ചിരിക്കണോ ചിന്തിക്കണോ എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും നമ്മൾ ഭയങ്കര ഹൈപ്പിൽ പോയി. നമ്മൾ വളരെ ഡിമ്മായിട്ട് തിരിച്ചു വന്ന ഒരു ചിത്രത്തിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് ഭയങ്കര ഹൈപ്പിലായിരുന്നു. ലോകേഷ് കനകരാജ് ചിത്രം കൂലി. നമ്മുടെ സ്റ്റൈൽ വന്ന് രജനീകാന്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. കാരണം രജനിയുടെ ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു പ്രത്യേക രസം അല്ലേ. അതിനകത്ത് കഥയൊന്നും വേണ്ട. രജനീകാന്തിനെ 3 മണിക്കൂറൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. രജനീൻ്റെ ഒരു സ്റ്റൈലുണ്ട്. രജനിയുടെ ഒരു പ്രത്യേക മേക്കിങ്ങും ഒക്കെ ഉണ്ട്. ഒരു പ്രത്യേക രീതിയാണ് രജനീകാന്ത് എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് കത്തി കാണിക്കാനും എന്ത് ലോജിക്കില്ലെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അതാണ് രജനി മാജിക്ക് എന്ന് പറയുന്ന സാധനം. അപ്പം രജനീകാന്തിൻ്റെ ചിത്രം കാണാൻ പോകുമ്പോൾ ഒരു രജനി ചിത്രം കാണുന്ന പ്രതീതി തന്നെയാണ് പോകുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് കഥയൊന്നും വേണമെന്നില്ല. പക്ഷേ അതിൻ്റെ കൂടെ ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന മാന്ത്രികനും കൂടെ ഒന്നിക്കുമ്പോൾ നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കും. മേമ്പൊടിയായിട്ട് നമ്മുടെ അനിരുദ്ധിൻ്റെ സംഗീതമുണ്ട്. പിന്നെ പറയാനുണ്ട് പൊടിപ്പോയി അല്ലേ. ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് കളക്ഷൻ റെക്കോർഡുകളെല്ലാം തീർത്തി ചിത്രമാണ് ഈ കൂലി എന്ന ചിത്രം. ലിയോയുടെ കളക്ഷൻ തകർക്കുന്നു. ലോകമെമ്പാടും കളക്ഷനുകൾ വാരി കൂട്ടുന്നു. അതുപോലെ ഇതുമായിട്ട് ക്ലാഷ് റിലീഫ് വെച്ചിരുന്ന പാർട്ട് 2 നിലം പരിശാക്കുന്നു. എന്തൊക്കെ വാർത്തകളാണ് പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ പ്രതീക്ഷിച്ചാണ് രാവിലെ തന്നെ ചിത്രത്തിന് പോയത്. ചിത്രം കണ്ടിറങ്ങിയപ്പോൾ വളരെ നിരാശ നിന്ന പ്രകടനമാണ് ഈ ചിത്രം നൽകിയത് എന്നുള്ളത് ഖേദപൂർവ്വം പറയട്ടെ. ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എല്ലാ ഭാഗത്തു നിന്നും ഓരോ സൂപ്പർ നടന്മാരെ, നാഗാർജുന, അമീർ ഖാൻ, ഉപേന്ദ്ര, സത്യരാജ്, അതുപോലെ തന്നെ നമ്മുടെ സൗബിൻ, ഇവരെ എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഇളക്കിയിട്ട് ലിയോ, വിക്രമിൻ്റെ ക്ലൈമാക്സ്, നമ്മുടെ മലയാളത്തിൻ്റെ കൗരവം, ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കി ഒരു സമ്മിശ്രമായിട്ട് വെച്ചിട്ട് അതിനകത്ത് മെയിൻ കണ്ടന്റായ രജനീകാന്തിനെ അങ്ങ് പ്രതിഷ്ഠിച്ചു. എന്നിട്ട് താഴെ എഴുതി ലോകേഷ് കനകരാജ് ചിത്രം, മേമ്പൊടിയായിട്ട് നമ്മുടെ അനിരുദ്ധിൻ്റെ സംഗീതം. ഇത് ഈ ചിത്രം കാട്ടിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് യാതൊരുവിധ കഥയില്ല. നമ്മൾ പല പ്രാവശ്യം കണ്ട രീതിയിലുള്ള കഥകൾ തന്നെയാണ് ഈ ചിത്രം പറഞ്ഞു പോയത്. എത്രയോ പ്രാവശ്യം കണ്ടിരിക്കുന്നു, പല രീതിയിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ. ആ ചിത്രങ്ങൾക്കെല്ലാം കൂടെ ചേർത്ത് ലോകേഷ് കനകരാജ് എന്ന് പറഞ്ഞ പേര് വിട്ടു. പിന്നെ രജനീകാന്ത് എന്ന് പറയുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് രജനി ചിത്രങ്ങൾ നമുക്ക് ബോറടിക്കാതെ കണ്ടുകൊണ്ടിരിക്കും. കാരണം രജനിയെ അത്രയ്ക്ക് ഇഷ്ടമായിട്ട്. രജനീകാന്തിനെ ഇഷ്ടമില്ലാത്തവർ ഈ ചിത്രം ഒരു കാരണവശാലും കാണാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. സൗബിൻ്റെ കഥാപാത്രം, നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സൗബിൻ്റെ കഥാപാത്രം, മലയാളത്തിൻ്റെ പ്രമുഖ നടൻ, അദ്ദേഹം ഈ ചിത്രത്തിൽ വന്നുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തമിഴ് പേര് സൗബിൻ തന്നെയാണ് എന്ന് തോന്നുന്നു. ചിത്രത്തിനുടനീളം സൗബിൻ്റെ കഥാപാത്രം സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പം ശരിയാക്കി തരാം എന്ന് പറയുന്ന പോലെ ഇൻ്റർവ്യൂവിൽ വരെ നമ്മൾ ക്ഷമിച്ചിരുന്നു. അതിനുശേഷം ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞിട്ടും ഒന്നും വരാത്തപ്പം നമ്മൾ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞു, എന്തോ വലുത് വരാൻ പോകുന്നു എന്നുള്ള ചിന്തയിൽ തന്നെയായിരുന്നു പ്രേക്ഷകരെല്ലാം കാത്തിരുന്നത്. പക്ഷെ ഒന്നും വന്നില്ല. തീയും വന്നില്ല, കാറ്റും വന്നില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് കാര്യങ്ങളെല്ലാം പോയി. അവസാനം എൻ്റെ എന്ന് എഴുതി കാണിച്ചപ്പോൾ നമ്മൾ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. ഇത് പ്രതീക്ഷിച്ചാണോ രാവിലെ ചിത്രത്തിന് വന്നത് എന്ന് നമ്മൾ കരുതിപ്പോയി. അതായിരുന്നു അവസ്ഥ. പിന്നെ അനിരുദ്ധിൻ്റെ സംഗീതം, നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന പാറ്റേൺ തന്നെയാണ് അനിരുദ്ധ്. യുവാക്കളുടെ ഹരം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അനിരുദ്ധിന് യാതൊരു മാറ്റമില്ല. അനിരുദ്ധ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. സിനിമയിലെ 1-2 പാട്ടുകൾ വെച്ച് ബാക്കിയൊന്നും ഒരു ഓളവും സൃഷ്ടിക്കാതെ കടന്നു പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ശ്രുതി ഹാസിൻ്റെ അഭിനയം വലിയ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം എന്നേ ഉള്ളൂ. ഇതിൻ്റെ കഥ പറഞ്ഞേക്കുന്ന രീതി, രജനീകാന്ത് സ്റ്റൈൽ, രജനീകാന്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഈ ചിത്രത്തിൽ, സാധാരണ രജനീകാന്ത് ചിത്രങ്ങളിലെല്ലാം ലോജിക്ക് മറന്നു കളയുക. കാരണം രജനി സ്റ്റൈലിന് അതിന് വേറെ ഇല്ലായിരുന്നു. ഇതിനകത്ത് ചില ലോജിക്കൊക്കെ ഉണ്ട്. രജനീകാന്ത് പഴയ സ്റ്റൈല്, പ്രത്യേകിച്ച് വീഡിയോ എടുത്ത് കറക്കി വരയ്ക്കുന്നത്, അതുപോലെ പ്രത്യേക രീതിയിലുള്ള കൈകളുടെ ചലനങ്ങൾ, അതുപോലെ വസ്ത്രങ്ങളെടുത്ത് കുടഞ്ഞിടുന്ന രീതി, ഇതൊന്നും ഈ ചിത്രത്തിൽ വലുതായിട്ട് കാണിക്കുന്നില്ല. പക്ഷേ രജനീകാന്തിനെ അവതരിപ്പിച്ചൊക്കെ കൊള്ളാം. പക്ഷേ രജനിയെ ഇങ്ങനെ കാണാനാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുന്നു. എന്നാലും ഈ പ്രായത്തിൽ
രജനീകാന്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ പവർ, ആ സ്റ്റൈല് ഒരിക്കലും പുള്ളിയെ വിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുതന്നെയാണ് ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ആശ്വാസവും അത് തന്നെയാണ്. പിന്നെ ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പല പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന വലിയ ഹൈപ്പിനത്തുള്ള പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. എന്നാലും ഈ ചിത്രത്തിന് സാമാന്യം തരക്കേടില്ലാത്തൊരു മേക്കിങ്ങും ഒരു സംവിധാന പാഠവും ഒക്കെ ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ചിത്രത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ലോകേഷ് കനകരാജ് മാറ്റി ചിന്തിക്കേണ്ട സമയമായി എന്ന് 100% ഉറപ്പാണ്. പിന്നെ അനിരുദ്ധിൻ്റെ സംഗീതം അത് സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരുന്ന പാട്ടുകളിൽ തന്നെയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് പുതുമയൊന്നും അവകാശപ്പെടാനില്ല. ബ്രില്യൻ്റ്, വലിയ ഹൈപ്പിൽ നിൽക്കുന്നു എന്നൊന്നും പറയാനില്ല. സാധാരണ രീതിയിൽ പറഞ്ഞു പോകുന്ന ഒരു സംഗീതമായിട്ട് അത് മാറിയിട്ടുണ്ട്. പിന്നെ അഭിനയത്തെ പറ്റി ഞാൻ എല്ലാവരും പറഞ്ഞു. ഈ അമീർ ഖാനിനെയൊക്കെ എന്തിനു കൊണ്ടുവന്നു എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ആര് ചെയ്താലും പറ്റാവുന്ന ഒരു വേഷം അമീർ ഖാനെ മാത്രം കൊണ്ടുവന്ന് കളക്ഷൻ വർധനവ് ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. പിന്നെ നാഗാർജുന, അവിടുത്തെ സൂപ്പർ സ്റ്റാറായ നാഗാർജുന ഈ വേഷത്തിൽ എന്തിനു അഭിനയിച്ചു എന്ന് എനിക്ക് യാതൊരു രീതിയിലും മനസ്സിലാകുന്നു. അതും കളക്ഷൻ്റെ കാര്യത്തിലായിരിക്കും. അപ്പോൾ ഈ വന്നേക്കുന്ന പ്രമുഖ നടന്മാരെല്ലാം തന്നെ കളക്ഷൻ ഉദ്ദേശിച്ച് തന്നെയാണ് ഇതിനകത്ത് കൂട്ടിച്ചേർത്തിരുന്നത്. ഒരു ജയിലർ ടച്ച്. ഒരു കാര്യം പറയാൻ പറ്റും, ഈ ചിത്രത്തിൽ നമ്മൾ വീണ്ടും ചേർത്തിട്ടുണ്ട് ജയിലർ. ജയിലറിലെ ഇതിലെ രജനീകാന്തിനെയും തമ്മിൽ കാണുമ്പോൾ ഏതെങ്കിലും സാമ്യം ഉണ്ടെങ്കിൽ അത് ഒരിക്കലും യാദൃശ്യമല്ല എന്നും കൂടി പറഞ്ഞുകൊള്ളാം. അതുപോലെ തന്നെ പ്രമുഖ നടന്മാരുടെ കൂട്ടത്തിൽ ഉപേന്ദ്ര നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പ്രകടനം ഇടയ്ക്കിടയ്ക്ക് മിന്നാൻ പോലെ വന്നു പോകുന്നതും കണ്ടു. അദ്ദേഹത്തിൻ്റെ പ്രസൻസും ഒക്കെ വളരെയധികം നന്നായിട്ടുണ്ട്. പിന്നെ സൗബിനും തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ബാക്കി ഈ ചിത്രം കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജനീകാന്തിൻ്റെ ചിത്രമായതുകൊണ്ട് കണ്ടോണ്ടിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിന് വേറെ പ്രത്യേകിച്ച് പുതുമയോ ഈ പറയുന്ന പോലെ വലിയ ഹൈപ്പോ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കാൻ പറ്റിയ കാര്യങ്ങളോ ഒന്നുമില്ല. 24 മണിക്കൂറും കൈയടിച്ച് രജനീകാന്തിനെ എതിരേക്കാൻ മാറ്റുന്നൊന്നുമില്ല. ഇൻട്രോ ഒക്കെ കൊള്ളായിരുന്നു. പക്ഷേ എന്തോ ക്ലൈമാക്സ് ഒന്നും അത്രമേ നന്നായില്ല. ഈ ക്ലൈമാക്സ് ഒക്കെ പല ചിത്രങ്ങളിലും നമ്മൾ കണ്ടുപോയതുപോലെ ഒരു മിന്നായം പോലെ തോന്നി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇതിൻ്റെ ഒരു മൈനസായിട്ട് തോന്നുന്നത്. പിന്നെ ഹൈപ്പ് വലിയൊരു പ്രശ്നമായിരിക്കും. നമ്മൾ ഹൈപ്പുള്ള ചിത്രങ്ങൾ കാണാൻ പോകുമ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ പിന്നെ പറയാനുമില്ല. ആ ഹൈപ്പിനനുസരിച്ച് മുകളിലേക്ക് പോയ സാധനം പെട്ടെന്ന് താഴേക്ക് റോക്കറ്റ് പോലെ താഴോട്ട് വരുന്നത് കാണാം. ആ അവസ്ഥ തന്നെയാണ് ഈ ചിത്രത്തിന് പറ്റിയത് എന്ന് തോന്നുന്നു. ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് ഭയങ്കര ഹൈപ്പ് കൊടുത്തു. പക്ഷെ ചിത്രം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്തൊന്നുമില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. ലോകേഷ് കനകരാജ് ഇനിയെങ്കിലും മനസ്സിലാക്കുക, ജനങ്ങൾ അത്രമേൽ മണ്ടലല്ല. അവരെല്ലാ ചിത്രങ്ങളും കൃത്യമായിട്ട് കാണുകയും വിലയിരുത്തുകയൊക്കെ ചെയ്യുന്നവരാണ്. അവരുടെ കയ്യിൽ ഇപ്പം എല്ലാത്തിനും ശീലമുണ്ട്. എനിക്ക് തോന്നുന്നു കൗരവ, ജയിലർ, പേട്ട, ലിയോ, അതുപോലെ വിക്രം, ഇതിൻ്റെ എല്ലാ സീഡുകൾ ഇവരുടെ കൈവശമുണ്ട്. നിത്യേന അവർ കാണുന്നതാണ്. അപ്പോൾ ഒരു ചിത്രത്തിനകത്ത് അടിച്ചു മാറ്റുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്തും വരെ ഓക്കെ.